السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അല്ലാഹുവിൻ്റെ അസ്മാഉകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറെ മഹത്വമുള്ളതുമായ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഇസ്മിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഫലമുള്ള ഒരു ഇസ്മാണ് ലത്തീഫ് എന്നുള്ള ഇസ്മ. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ലത്തീഫ് എന്നുള്ള ഇസ്മുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. സൂറത്ത് ശൂറയിലെ 19-ാമത്തെ ആയത്ത്, അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഈ ആയത്ത് നമുക്ക് പരിചയമുള്ള, നാം ചൊല്ലുന്ന, പതിവാക്കുന്ന ഒരായത്താണ്. ഈ ആയത്ത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്ത് ഫീ കുല്ലി യൗമിൻ 9 മർറാത്തിൻ, എല്ലാ ദിവസവും 9 പ്രാവശ്യം 9 തവണ ഈ ആയത്ത് ആരെങ്കിലും ചൊല്ലിയാൽ ലതഫല്ലാഹു ബിഹി ഫീ ഉമൂരിഹി, അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായമുണ്ടാകും, ദയ ഉണ്ടാകും, കാരുണ്യമുണ്ടാകും. അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു വിജയിപ്പിക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. മാത്രമല്ല വസീഖ ലഹു റിസ്ഖൽ ഹസൻ, അവനിക്ക് അല്ലാഹു നൽകുന്ന റിസ്ഖ് ഏറ്റവും നല്ല റിസ്ഖാണ് അവനിക്ക് നൽകുന്നത്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ജീവിക്കാൻ ആവശ്യമായ അവന്റെ ജീവിതകാര്യങ്ങൾ, മഈശത്ത്, അവന്റെ വീട്, അവന്റെ പാർപ്പിടം, അവന്റെ വസ്ത്രം, അവന്റെ സമ്പാദ്യങ്ങള്, അവന്റെ കൃഷി, കച്ചവടം, എല്ലാത്തിലും അല്ലാഹു നല്ല റിസ്ഖാണ് അവനിക്ക് അല്ലാഹു നൽകുന്നത്. ഈ ആയത്ത് എല്ലാ ദിവസവും 9 പ്രാവശ്യം ചൊല്ലിയാൽ, ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങള് അല്ലാഹുവിന്റെ ആരിഫീങ്ങള് അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നു. വഫീ കിതാബി ഹയാത്തുൽ ഹയവാൻ, ഹയാത്തുൽ ഹയവാൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, വമിൻ ഫവായിദിഹി, ലത്തീഫ് എന്നുള്ള ഇസ്മിന്റെ നേട്ടങ്ങള്, ഫായിദകള് പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. ലിജൽബിൽ ഖൈരി വൽറിസ്ഖി വൽബർക്കത്തി, ഖൈറുണ്ടാകാൻ, റിസ്ഖുണ്ടാകാൻ, ബർക്കത്തുണ്ടാകാൻ, ജീവിതത്തിൽ ഖൈറും ബർക്കത്തും സന്തോഷവും ഉണ്ടാകാൻ. തഖൂലുഹു അഖബ കുല്ലി സ്വലാത്തിൻ യാ ലത്തീഫ് യാ അല്ലാഹ് 129 മറ, എല്ലാ നിസ്കാരങ്ങൾക്ക് ഉടനെ 129 തവണ ചൊല്ലിയാൽ അല്ലാഹു അവന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കും. അവന്റെ ജീവിതത്തിൽ, അവന്റെ ജോലിയിൽ, ഏർപ്പാടിൽ, കച്ചവടങ്ങളിൽ, വീട്ടിൽ, ഭാര്യ മക്കളിൽ എല്ലാത്തിലും ബർക്കത്ത് നൽകും, സന്തോഷം നൽകും. റിസ്ഖ് അല്ലാഹു അവന് വിചാരിക്കാത്ത, ആഗ്രഹിക്കാത്ത റൂട്ടിലൂടെ അല്ലാഹു അവനിക്ക് നൽകും. എന്നിട്ട് സുമ്മ തഖൂലു, എന്നിട്ട് അവൻ പറയണം, അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ് എന്നുള്ള ഈ ആയത്ത് ഓതണം. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ലത്തീഫ് എന്നുള്ള ഇസ്മിനിക്കുണ്ട്. ലത്തീഫ് എന്നുള്ള ഇസ്മിന്റെ അർത്ഥം ദയ, കരുണ, കാരുണ്യം എന്നൊക്കെ നമുക്ക് അതിന്റെ അർത്ഥം വെക്കാം. അങ്ങനെ വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ലത്തീഫ് എന്നുള്ള ഇസ്മ. മഹാനായ സുഹൈലി ഇമാം നമ്മെ പഠിപ്പിക്കുന്നു, വഖാല സുഹൈലി റഹിമഹുല്ലാഹു തആല ലമ്മ അന്ന ജാഅൽ ബഷീർ ഇലാ യാക്കൂബ് അലൈഹിസ്സലാം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആള് വന്നു.
വഹുവ ഇബ്നുഹു യഊദ, അത് തന്റെ മകനായ യഊദ തന്നെയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്നത്. എന്താ വന്നത്? ബിഖമീസിൻ യൂസുഫ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖമീസുമായിട്ടാണ് വന്നത്. നമുക്കറിയാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു സെക്കൻഡ് പോലും വിട്ടുപിരിഞ്ഞ് താമസിക്കാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വേർപാടിൽ വലിയ ദുഃഖം അനുഭവിച്ച, വലിയ വിഷമം അനുഭവിച്ച ഒരു പ്രവാചകനാണ്, ഒരു ഉപ്പയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം. അങ്ങനെ അവസാനം ചുരുക്കി പറഞ്ഞാൽ ചരിത്രം വളരെ വിശാലമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ കണ്ണിന്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചിന്തിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ട് അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാം മിസ്റിൽ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക്, മിസ്റിന്റെ അധികാരം എത്തിയപ്പോൾ മക്കള് അവിടത്തേക്ക് ഭക്ഷണത്തിന് പോയ ചരിത്രങ്ങളും സംഭവങ്ങളും വിശാലമാണ്. നാം പഠിച്ചവരാണ്, കേട്ടവരാണ്. അനവസാനം യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ സഹോദരൻ യഹൂദ എന്നുള്ള സഹോദരന്റെ കയ്യിൽ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിലേക്ക് താൻ ധരിച്ച, യൂസുഫ് നബി അലൈഹി സ്വലാം ധരിച്ചിരുന്ന ആ ഷർഫാക്കപ്പെട്ട ഖമീസ് ഊരിക്കൊടുത്തു. അങ്ങനെ ഫർതദ്ദ ബസീറ വഅൽഖാഹു അലാ വജ്ഹി ഫർതദ്ദ ബസീറ, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മുഖത്തേക്ക്, കണ്ണിലേക്ക് ആ ഷർഫാക്കപ്പെട്ട ഖമീസ് ഇട്ടപ്പോൾ ഫർതദ്ദ ബസീറ, കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. യാക്കൂബ് നബി അലൈഹി സ്വലാം മുമ്പത്തെ പോലെ നല്ല കാഴ്ച തിരിച്ചു കിട്ടി. അല്ലമഹു യാക്കൂബ് ഫിൽ ബിശാറത്തി കലിമാത്തുൻ, ആ സമയത്ത് ആ സന്തോഷം കൊണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാം ചില കലിമത്തുകൾ അവിടെ പറഞ്ഞു. കാന യുർവിഹ അൻ നബിഹി, തന്റെ ഉപ്പയും അൻ ജദ്ദിഹി, തന്റെ ഉപ്പാപ്പമാരും ചൊല്ലിയ പ്രത്യേകമായ മഹത്തായ കലിമത്തുകളാണ്. കാനു യദ്ഊന ബിഹാ ഫി ശദാഇദ് ഇൻദ കുല്ലി നാസിലത്തിൻ വഫി കുല്ലി കർബിൻ, എത്ര വലിയ വിഷമമുണ്ടാകുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ബലാ മുസീബത്തുകൾ ഉണ്ടാകുമ്പോഴും എല്ലാ വിഷമഘട്ടങ്ങളിലും മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ഉപ്പയും അവിടുത്തെ ഉപ്പാപ്പന്മാരൊക്കെയും ചൊല്ലിരുന്ന ദിക്ർ, യാ ലത്തീഫൻ ഫൗക കുല്ല ലത്തീഫിൻ ഉൽതുഫ് ബി ഫി ഉമൂരി കുല്ലഹാ കമാ തുഹിബ്ബു വർദിനി ഫി ദുനിയാഹി വ ആഖിറതി. ഈ ദുആയായിരുന്നു, ഈ ദിക്റായിരുന്നു മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമും അവിടുത്തെ സന്താന പരമ്പരകളും അവിടുത്തെ ഉപ്പയും ഉപ്പാപ്പന്മാരൊക്കെയും ചൊല്ലിയിരുന്ന ഈ ദിക്ർ. ഇവിടെയും ലത്തീഫ് എന്നുള്ള ഈ ഇസ്മ ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നു. യാ ലത്തീഫൻ ലത്തീഫൻ ഉൽതുഫ് കമാ തുഹിബ്ബു വഅർദിനി ഫി ദുനിയാഹി വ ആഖിറതി. അപ്പൊ ഇങ്ങനെ ലത്തീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ദിക്റുകളും ദുആകളും നമുക്ക് മഹാന്മാര് അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്പിയാക്കൾ ചൊല്ലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ലത്തീഫ് എന്നുള്ള ഇസ്മ. അത് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടന്നാൽ, നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രാവർത്തികമാക്കിയാൽ, പതിവാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതം എളുപ്പമാകും. നാം ഇപ്പോൾ വലിയ പ്രയാസത്തിലാണുള്ളത്. കയ്യിൽ പണമില്ല, ജോലിയില്ല, കച്ചവടം നടക്കുന്നില്ല, ബിസിനസ്സുകളെല്ലാം തകർന്ന നിലയിലാണ്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെയും നമുക്ക്, ഈ സമയത്തെന്നല്ല എല്ലാ സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ് യാ ലത്തീഫ് യാ അല്ലാഹ്. അങ്ങനെ നമുക്ക് ചൊല്ലാം. അങ്ങനെ ചൊല്ലുമ്പോൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 129 പ്രാവശ്യം ചൊല്ലണം. അതേപോലെ തന്നെ അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മൻ യശാഹു വൽ ഖവിയ്യുൽ അസീസ് എന്ന ഈ ആയത്ത് പറയുമ്പോൾ എല്ലാ ദിവസവും 9 പ്രാവശ്യം പറയണം. ഇങ്ങനെ പല നിലക്കും ഈ ലത്തീഫുമായി ബന്ധപ്പെട്ട ഇസ്മുകളും അതുമായി ബന്ധപ്പെട്ട ദിക്റുകളും ദുആകളും ഒരുപാട് മഹാന്മാര്, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അവരുടെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലത്തീഫ് എന്നുള്ള ഇസ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. അത് നാം പതിവാക്കിയാൽ, അത് നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലിയാൽ എല്ലാ കാര്യങ്ങളും നാം വിചാരിക്കുന്നതിനേക്കാളും അള്ളാഹു എളുപ്പത്തിൽ നമുക്ക് സാധിപ്പിച്ചു തരും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ.